ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ടർബോയുടെ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഹൈപ്പ് അങ്ങ് കൊടൂരമായി തന്നെ നിൽക്കുന്നു എന്ന് തന്നെ പറയാം. സിനിമയ്ക്ക് ഹൈപ്പ് സോഷ്യൽ മീഡിയയിൽ കൂട്ടുന്നതല്ല, തിരിച്ച് സിനിമയുടെ ട്രെയിലറും അണിയറ പ്രവർത്തകർ അതിൻ്റെ ഓരോ അപ്ഡേറ്റ് പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായി കൂടുന്നത് തന്നെയാണ്. ഈ സിനിമയ്ക്ക് ഗംഭീരമായുള്ള ഹൈപ്പും വേണ്ടതാണ്. ഇപ്പോൾ സിനിമ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയിൽ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ 2ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് രാവിലെ വരെ 1ാം സ്ഥാനം പങ്കിടുകയായിരുന്നു. പക്ഷേ ഇന്ന് ഇതേ സമയം എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു കൽക്കിയുടെ റെക്കോർഡ് തകർത്ത് ടോപ്പ് 1-ലെത്തിയിരിക്കുന്നു. അതായത് ഇന്ത്യൻ സിനിമയിൽ ആളുകൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള മൂവിയിൽ നമ്പർ 1 ആയിരിക്കുന്നു ടർബോ എന്നുള്ളതാണ്. ആ ഒരൊറ്റ ട്രെയിലർ കൊണ്ട് കുതിച്ചുയരുന്ന കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് 2ാം സ്ഥാനത്തെത്തിയത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗമായിരുന്നു ആ ഒരു കാര്യം. അന്നേരം വെറും 13% മാത്രമായിരുന്നു ആളുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ആൻറ്റിസിപ്പേഷൻ കാണിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അന്നേരം കൽക്കിക്കുണ്ടായിരുന്ന 33%. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ടർബോയുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 32.1%, 32.1%. കൽക്കി ആകട്ടെ 26.8% 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് മഹി 3ാം സ്ഥാനത്ത് അങ്ങനെ തുടരുന്നു എന്നുള്ളതാണ്. എന്താണേലും IMDb റേറ്റിങ്ങിൽ ടോപ്പ് ലെവലിലെത്തുന്ന ഒരു മലയാള സിനിമ എന്ന് പറയുമ്പോൾ അത് മലയാളികൾക്ക് അഭിമാനം തന്നെയാണ്. പ്രത്യേകിച്ച് കൽക്കി പോലെയുള്ള വമ്പൻ സിനിമയ്ക്ക് മുന്നിലേക്ക് കുതിച്ചു കയറുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, അത് മമ്മൂട്ടി സിനിമയാണ് എന്നുള്ളതും മറ്റൊന്ന് ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയതും. ട്രെയിലർ ഇതിനോടകം തന്നെ 3.5 മില്യൺ ജനങ്ങൾ കണ്ടിരിക്കുന്നു. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് പെയ്ഡ് പ്രൊമോഷൻസോ ഒന്നുമില്ലാത്ത ഒരു ട്രെയിലർ എന്ന് പറയാം. ഇതിൽ മമ്മൂട്ടി ഫാൻസ് പോലും സാധാരണ നമ്മളിപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ കയറി നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന അവിടെ എങ്ങും അവർ ആ ഒരു ഇതിന് വേണ്ടിയിട്ടൊരു വലിയ ഉത്സാഹമൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒരു ട്രെയിലർ ഇറങ്ങുമ്പോൾ ഏത് താരത്തിൻ്റെ ആണെങ്കിലും ആരാധകർക്ക് അത് ഏറ്റവും മുകളിലെത്തണം എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഇവിടെ മമ്മൂട്ടി ഫാൻസ് മതിമറന്ന് ആഹ്ലാദത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നു. വേറെ ഒന്നുമല്ല, അമ്മാതിരി ഒരു ട്രെയിലറാണ് മമ്മൂട്ടി കമ്പനി നൽകിയത്. അതിൻ്റെ മുന്നിൽ ബാക്കിയെല്ലാം നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമായി മാറുന്നു. അതെ, ടർബോയുടെ ട്രെയിലർ അത്ര കൊടൂരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സിനിമ ഇതേ ലെവലിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ വേറെ ഒന്നും തന്നെ പറയേണ്ട കാര്യമില്ല. അമ്മാതിരി കൊടൂരമായിട്ടായിരിക്കും സിനിമ തിയേറ്ററുകളിൽ പ്രകടനം സൃഷ്ടിക്കാൻ പോകുന്നത്. ഇതിനോടകം 500ഓളം തിയേറ്ററുകൾ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നുവെങ്കിലും 400-ന് മുകളിലുള്ള തിയേറ്ററുകൾ ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു. 500 തിയേറ്ററിന് മുകളിൽ വേണം ഈ സിനിമയ്ക്ക് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. കാരണം ഫസ്റ്റ് ഡേ അമ്മാതിരി ഒരു കൊലത്തൂക്ക് തൂക്കാൻ ഉള്ള വകുപ്പ് ഉള്ള സിനിമ തന്നെയാണ്. വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു മമ്മൂട്ടി സിനിമ 73ാം വയസ്സിൽ മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം ആണ് കാണിക്കുന്നത് എന്ന് തന്നെയാണ്. കാരണം എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ് മമ്മൂട്ടി എന്ന നടൻ എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ കാണുന്നത്. കുറച്ച് നാളുകളായിട്ട് നടനായി നിന്നിരുന്ന മമ്മൂട്ടി നടനെ മാറ്റിവെച്ച് താരമാകുന്ന സിനിമ എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും കാത്തിരിക്കാം. നിങ്ങൾ ആരൊക്കെയാണ് ടർബോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒന്ന് പറയാം. എന്തായാലും IMDbയിലെ ഈ ഒരു സ്ക്രീൻഷോട്ടും ഞാനിടുന്നു. കാത്തിരിക്കാം. സപ്പോർട്ട് ചെയ്ത് തരിക, സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ലൈക്കും ഷെയറും എല്ലാം ആവശ്യമാണ്. ഗ്രേറ്റ് മീഡിയാസ്.